അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുകയാണ്. അള്ളാഹുവുമായുള്ള നമ്മുടെ ബന്ധം എങ്ങനെയാണ്? നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു, പക്ഷേ നമ്മുടെ ജീവിതം ആ സ്നേഹത്തെ കാണിക്കുന്നുണ്ടോ? അള്ളാഹുവിൻ്റെ പ്രീതി നേടാൻ ശ്രമിക്കുന്നുണ്ടോ? അതോ അള്ളാഹുവിനെ ഓർക്കുന്നത് പ്രയാസം വരുമ്പോൾ മാത്രമാണോ? ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് സ്വയം ചിന്തിക്കാൻ ചില കാര്യങ്ങൾ നോക്കാം. 1. പാപം ചെയ്തിട്ടും ഹൃദയത്തിൽ യാതൊരു വിഷമവുമില്ല. ഒരു വിശ്വാസി പാപം ചെയ്യുമ്പോൾ ഹൃദയത്തിൽ കുറ്റബോധം ഉണ്ടാകണം. പക്ഷേ ഒരു പാപം ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പതുക്കെ അത് സാധാരണമായി തോന്നിത്തുടങ്ങും. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ എന്ന് നാം സ്വയം ന്യായീകരിക്കും. ഇത് വളരെ അപകടകരമായ അവസ്ഥയാണ്. പാപം സംഭവിച്ചാൽ ഉടൻ തന്നെ അള്ളാഹുവിനോട് തൗബ ചെയ്യുക. യാ അല്ലാഹ്, ഞാൻ തെറ്റ് ചെയ്തു, എന്നോട് പൊറുക്കണമേ എന്ന് ആത്മാർത്ഥമായി പറയുക. 2. നമസ്കാരം ഭാരമായി തോന്നുന്നു. 5 നേരത്തെ നമസ്കാരം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാണ്. പക്ഷേ ചിലപ്പോൾ നമസ്കാര സമയം വന്നാൽ നമുക്ക് മടി തോന്നുന്നു. ജോലി ചെയ്യാൻ സമയമുണ്ട്, ഫോൺ ഉപയോഗിക്കാൻ സമയമുണ്ട്, വീഡിയോകൾ കാണാൻ സമയമുണ്ട്. പക്ഷേ നമസ്കാരത്തിന് കുറച്ച് മിനിറ്റ് കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്നു. അപ്പോൾ നാം സ്വയം ചോദിക്കണം, എൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിന് എത്ര സ്ഥാനമാണ് ഞാൻ നൽകുന്നതെന്ന്. 3. ഖുർആനുമായി ബന്ധം നഷ്ടപ്പെടുന്നു. ഒരിക്കൽ ഖുർആൻ ഓതാൻ ഇഷ്ടമായിരുന്നു, പക്ഷേ ഇപ്പോൾ ദിവസങ്ങൾ കടന്നു പോകുന്നു, ആഴ്ചകൾ കടന്നു പോകുന്നു, ഖുർആൻ തുറക്കാതെ. എന്നാൽ സോഷ്യൽ മീഡിയ തുറക്കാൻ ഒരു ദിവസം പല മണിക്കൂറുകളോളം നമുക്ക് കഴിയുന്നു. ഇത് നമ്മുടെ ഹൃദയത്തിന് ഒരു മുന്നറിയിപ്പായി കാണാം. ദിവസവും ഒരു പേജ് മാത്രം ആയാലും ഖുർആനുമായി ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കൂ. 4. ദുആ ചെയ്യാനുള്ള ആഗ്രഹം കുറയുന്നു. പ്രയാസം വന്നാൽ മാത്രം അള്ളാഹുവിനെ വിളിക്കുന്നതിന് പകരം സന്തോഷത്തിലും ദുഃഖത്തിലും അള്ളാഹുവുമായി ബന്ധം നിലനിർത്തണം. ദുആ ചെയ്യുന്നത് ഒരു ബാധ്യത മാത്രമല്ല, അത് ഒരു വിശ്വാസിയുടെ ശക്തിയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ എത്ര വലുതായാലും അള്ളാഹുവിനേക്കാൾ വലിയതല്ല. 5. നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം ലഭിച്ചിട്ടും ഒഴിവാക്കുന്നു. ഒരു ദരിദ്രനെ സഹായിക്കാൻ കഴിയും, മാതാപിതാക്കളോട് നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയും, നല്ല സ്വതക്ക നൽകാൻ കഴിയും, ഒരു നല്ല വാക്ക് പറയാൻ കഴിയും. പക്ഷെ നാം എല്ലാം മാറ്റിവെക്കുന്നു. ഓർക്കുക, നന്മ ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നത് തന്നെ അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ട് ഒരു ചെറിയ നന്മയാണെങ്കിലും ഉടൻ ചെയ്യാൻ ശ്രമിക്കൂ. 6. മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ പൂർണ്ണമായി ഇല്ലാതാകുന്നു. നമ്മൾ ഈ ലോകത്ത് സ്ഥിരമായി ജീവിക്കുമെന്ന പോലെ പെരുമാറുന്നു. വലിയ പദ്ധതികൾ, വലിയ സ്വപ്നങ്ങൾ, വലിയ സമ്പാദ്യങ്ങൾ. പക്ഷേ ഒരു ദിവസം ഇതെല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടി വരുമെന്ന് മറക്കുന്നു നമ്മൾ. മരണത്തെ ഓർക്കുന്നത് ജീവിതം ഉപേക്ഷിക്കാനല്ല, ജീവിതം ശരിയായ രീതിയിൽ ജീവിക്കാനാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിരാശപ്പെടരുത്. അള്ളാഹുവിലേക്ക് മടങ്ങി വരാൻ ഒരിക്കലും വൈകിയിട്ടില്ല. നമസ്കാരം ശരിയാക്കൂ, ഖുർആനിലേക്ക് മടങ്ങൂ, തൗബ ചെയ്യൂ, ദിക്ർ വർദ്ധിപ്പിക്കൂ, മാതാപിതാക്കളോട് നന്മ ചെയ്യൂ, മറ്റുള്ളവരോട് ക്ഷമിക്കൂ, അള്ളാഹുവിനോട് നല്ല പ്രതീക്ഷ വെക്കൂ. കാരണം നമ്മൾ അള്ളാഹുവിലേക്ക് ഒരു ചുവട് മടങ്ങിയാൽ അവൻ്റെ കാരുണ്യത്തിൻ്റെ വാതിലുകൾ നമ്മുടെ മുന്നിൽ തുറന്നു കിടക്കുന്നു. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് സ്വയം ചോദിക്കൂ, അള്ളാഹുവിനെ സന്തോഷിപ്പിക്കാൻ ഞാൻ ഇന്ന് എന്താണ് ചെയ്തതെന്ന്. ഉത്തരം ഒന്നുമില്ലെങ്കിൽ നാളെ വരെ കാത്തിരിക്കേണ്ട, ഇന്ന് തന്നെ ഒരു നന്മ ആരംഭിക്കൂ. അള്ളാഹു നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുകയും തൻ്റെ പ്രീതി നേടുന്ന ദാസന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തുകയും ചെയ്യട്ടെ. നമ്മുടെ പാപങ്ങൾ പൊറുക്കുകയും ഈമാനിൽ ഉറച്ചു നിർത്തുകയും നല്ല അന്ത്യം നൽകുകയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.